ശരിക്കും അഫ്സലിക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് മെഹറുബ മെഹറുബയാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഇഷ്ടമാണ് പറഞ്ഞ കേട്ടോ. പലർക്കും പല ഇഷ്ടങ്ങളുണ്ടാവും. അത് പാടി തുടങ്ങാം നമുക്ക്. മെഹറുബാ മെഹറുബാ പുതുക്ക പെണ്ണേ മെഹറുബാ, 10 കൊട്ട പൊന്ന് നിന്റെ മഹറ് മെഹറുബാ, നിന്റെ പകിട്ടിൽ കണ്ണ് വയ്ക്കണ് പുതുമണവാളൻ. മെഹറുബാ മെഹറുബാ കള്ളിപ്പെണ്ണേ മെഹറുബാ, കഞ്ചക പൂഞ്ചെണ്ടിനത്തൊരു മുത്തേ മെഹറുബാ, നാളെ ഈ രസപ്പുങ്കാവനത്തിൽ മധുവിധുവല്ലേ. ഹേ റസിയ ഹേ റസിയ ഹേ റസിയ. ഇത് കഴിഞ്ഞിട്ടൊരു സാധനമുണ്ട്, മാണിക്കക്കല്ല് എന്ന് പറയുന്നത്. മാണിക്കക്കല്ലേ മൊഞ്ചത്തിപ്പൂവേ ചെമ്പക മല്ലിക വാസന റാണി, കാർമുടി വണ്ടിറ പൂരകം ചൂടാൻ മർഹബാ. നീ കിലുക്കിലുങ്ങണ വളയണിയടിത്തേനലങ്കാരി, നീ കുണുകുണുങ്ങനെ താളം തട്ടടിപ്പ വിഴച്ചിങ്കാരി. ഓ ഹേ റസിയ ഹേ റസിയ. സൂപ്പർ, എന്തൊരു എനർജിയാണെന്നറിയാവോ ആ വോയിസ് ഇങ്ങനെ എടുക്കുമ്പോൾ. ശരിക്കും കുറച്ച് പിച്ച് കത്തി പാടിയാൽ മതിയായിരുന്നു തോന്നുന്നു. എനിക്ക് പേടിയായി. എന്താ വെച്ചാൽ ഇതെങ്ങനെ വോയിസ് ഇത്രയും ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ എങ്ങായിട്ട് വെക്കാന്ന് പറയുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് മുകളിലുള്ള ആള് എപ്പോഴും അങ്ങനെ നിർത്തിയേക്കണായിരിക്കും. പി ജയചന്ദ്രൻ സാറിനെ സമം നിങ്ങളുടെ അസോസിയേഷൻ അനുസ്മരിക്കുന്ന സമയത്ത് കുറെ പാട്ടുകൾ അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. സ്വയംവര ചന്ദ്രികയാണ് അഫ്സലിക്ക പാടുന്നത്. രാജലക്ഷ്മി. അപ്പൊ നല്ല രസമായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. കാരണം എന്താ വെച്ചാല് പല പാട്ടുകളും സാറിന്റെ പാട്ട് പാടുന്നത് നമുക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പാടിയ സ്റ്റൈല് വേറെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു റെൻഡറിങ് വേറെ സ്റ്റൈലാണ്. അക്ഷരങ്ങളെ കൊണ്ടുപോയി വളച്ചൊക്കെ എന്തൊക്കെ ചെയ്യും. പുള്ളി ചില വാക്കുകൾക്ക് കൊടുക്കുന്ന ഒരു സ്ട്രെസ് ഒക്കെ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അതൊരു ഓക്വേർഡ് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് മാറ്റി അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചേക്കുന്നതൊക്കെ നോക്കിയിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റും. അത് അടിപൊളിയാണ്. അപ്പോൾ ഈ എൻകരയിൽ താമസിച്ചാൽ മാപ്പ് തരാൻ രാക്ഷസി, അതാണ് ഞങ്ങളുടെയൊക്കെ തലച്ചോറിലെ ആദ്യം ഈ ക്യാമ്പസിലെ പാട്ടുകളിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന ആദ്യത്തെ പാട്ട് അഫ്സലിക്കയുടെ. അത് പാടുമ്പോൾ അതിനകത്ത് രാക്ഷസി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും പോലെ അല്ല, അത് അഫ്സലിക്കൊക്കെ അറിയാം. അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തുള്ളൊരു പഞ്ചില്ലേ, പ്രത്യേകിച്ച് മോഹൻ സിത്താര സാറിന്റെ ആ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു ആളായിരുന്നു മോഹൻ സിത്താര സാറിന്. ഏത് കാസറ്റ് ഇറങ്ങിയാലും അപ്പൊ പോയിട്ട് ഒറിജിനൽ വാങ്ങാൻ പറ്റില്ല, കോപ്പി എടുക്കും. റെക്കോർഡ് അത് കടകളിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് തരില്ലേ, അങ്ങനെ കേട്ടിരുന്ന കാലഘട്ടത്തിലുള്ളതാണ് നമ്മളുടെ പാട്ടുകൾ. അതിന് ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ അഫ്സലിക്കയുടെ ഇംപ്രവൈസേഷൻസ് ഉണ്ട്. അത് പല പാട്ടുകളിലും അത് കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും രസമായിട്ട് വന്നിട്ടുള്ള 1-2 പാട്ടുകളുണ്ട്. ഈ രാക്ഷസി പാടുന്ന സമയത്ത് സിത്താര സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോഹൻചേട്ടന്റെ കൂടെ കുറെ നാളെ ഞാൻ റിതം പ്രോഗ്രാമർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കൂടെ കുറെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് കമ്പോസിങ്ങും അതേപോലെ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന രീതികളൊക്കെ എനിക്ക് കുറെ അറിയാമായിരുന്നു എനിക്ക് അദ്ദേഹത്തിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ഉദ്ദേശിക്കുന്ന എന്താണെന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ട്. പിന്നെ പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ കിട്ടാവോ അതെല്ലാം മാക്സിമം പുള്ളി എടുക്കും. എന്നിട്ട് പിന്നെ പുള്ളി അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് പാടിക്കുമ്പോഴൊക്കെ മാക്സിമം അത് വേറൊരു സ്റ്റൈൽ പാടും, ഇങ്ങനെ ചെയ്യും, വേറെ ഒന്നും കൂടി നോക്കി അഫ്സലിന്റെ ഒരു ഐഡിയയിൽ എന്താണ് ചെയ്യാൻ പറ്റണത് നോക്കി അങ്ങനെയൊക്കെ നമുക്ക് ഫുൾ ഫ്രീഡം തരും എന്താണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് പുള്ളി അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് സിനിമയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ളതൊക്കെ പുള്ളി അതിൽ സെറ്റ് ചെയ്യും. അതെ, അങ്ങനെ ഈ സാറിന്റെ ഒരു പീക്ക് കാലഘട്ടത്തിൽ തന്നെ അഫ്സലിക്കയ്ക്ക് കൂടെ നിൽക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതണം. കാരണം എന്താ വെച്ചാല് സാർ ആ പീക്കിൽ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ ഇൻ ബിറ്റ്വീനാണ് ഞാൻ കയറുന്നത്. സാർ ഇങ്ങനെ കുറെ പാട്ടുകൾ ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ദീപസ്തംഭം മഹാശ്ചര്യം വന്നപ്പോഴാണ് സാറിന്റെ പാട്ടുകൾ പിന്നെ അങ്ങോട്ട് കയറി വന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ രാക്ഷസിയും. പിന്നെ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ വെല്ലിയേട്ടനിൽ ആണ് ഫസ്റ്റ് മോഹൻചേട്ടൻ തന്നെ പാടിക്കണത്. പിന്നെ അതേപോലെ സുന്ദരപുരുഷനിലൊരു പാട്ട്, അതൊക്കെ എല്ലാം കാസറ്റിലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഈ പാട്ടുകളൊക്കെ വരുന്നത്. നമ്മളും സ്വപ്നക്കൂട് അങ്ങനെയുള്ള സിനിമകളൊക്കെ വരുന്നത്. അങ്ങനെ കുറെ ആ സമയത്ത് കുറെ ക്യാമ്പസ് ചിത്രങ്ങളും അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ആ സമയത്ത് എനിക്ക് മോഹൻചേട്ടന്റെ കൂടെ, അതായത് മോഹൻചേട്ടന്റെ പീക്ക് സമയത്ത് ഞാനും
കുറച്ച് പാട്ടുകളായിട്ട് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. അതിലൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കൈതപ്പുറം സാറിൻ്റെ എഴുത്തിൽ, ഇപ്പോൾ സ്വപ്നക്കൂടിലെ എഴുത്തെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ നിന്റെ തൊട്ട് നോട്ടം ഇഷ്ടമല്ലടാ, ഇങ്ങനെ ഒരു പാട്ട് അന്ന് വരെ ഉണ്ടായിട്ടില്ല, പിന്നീടും ഉണ്ടായിട്ടില്ല. അത് പല സ്റ്റൈലിൽ പാട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത്രയും വെറൈറ്റി ആയിട്ട് ഇഷ്ടമല്ലടാ എന്ന് പറയുന്ന ഒരു പാട്ടാണ്, നിന്നെ ഇഷ്ടമല്ലടാ എന്ന് പറയുന്നതാണ് പാട്ട്, മ്യൂസിക്കോട് കൂടി വരുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ കേട്ട് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അതിനത് രജനീഷ് പറഞ്ഞ കറക്റ്റാണ്. കാരണം അങ്ങനെ ഒരു പാട്ട് ഉണ്ടാകുകയും ചെയ്ത് പിന്നെ അതിന് ശേഷം അതേ സ്റ്റൈലിലുള്ള പാട്ടുകൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ജനറേഷൻ പിള്ളേർക്കും അത് കേൾപ്പിച്ചു കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. കാരണം വേറെ അങ്ങനത്തെ പാട്ട് വരാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള. അപ്പൊ അങ്ങനെ കുറെ പേര് പറയാറുണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ഇഷ്ടമല്ലടാ അഫ്സൽ ഖാന്റെ ഇങ്ങനെ ആ പാട്ട് നല്ലതാണെന്നൊക്കെ. എനിക്ക് തോന്നുന്നു ചിത്രായരും അഫ്സൽക്കയും മത്സരിച്ച് അതിനകത്ത് ഇംപ്രവൈസേഷൻസ് ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് പാടിയത്. അപ്പൊ അന്ന് കുറെയൊക്കെ പണ്ടത്തെ ഒരു റെക്കോർഡിങ്ങിന്റെ ഫീലിംഗ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഉണ്ടാവും സ്റ്റുഡിയോയിൽ. ഇന്നാണ് ഇപ്പൊ ആരെയും കാണാൻ പറ്റാത്തത്. നമ്മൾ സ്റ്റുഡിയോയിൽ ചിലപ്പോൾ ഞാനും മ്യൂസിക് ഡയറക്ടർ, ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർ പോലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അത് കാലഘട്ടത്തിന്റെ വ്യത്യാസങ്ങളാണത്. അപ്പൊ ആ സമയത്ത് ഞാനും ചിത്രായരും ഉണ്ടായിരുന്നു, മോഹൻചേട്ടനും ഉണ്ടായിരുന്നു, ഇടയ്ക്ക് കമൽ സാറ് വന്നിരുന്നു റെക്കോർഡിങ് സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു ടൈമായിരുന്നു, നല്ല ടൈമായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ടൈം, നല്ല ടൈം എന്ന് പറയാൻ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ടൈമാണ്. ചേതന സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ പറഞ്ഞ ഒരു ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻചേട്ടന് എന്തൊക്കെയാണ് മാക്സിമം നമ്മളെ കയ്യിൽ നിന്ന് കിട്ടാവുന്നത്. പിന്നെ പുള്ളിയും കുറെ ഐഡിയാസ് പറഞ്ഞു തരും, അവിടെ ഇന്ന ഒരു സാധനം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ. പിന്നെ പുള്ളി പാടിത്തരും, പുള്ളി അത്യാവശ്യം നന്നായിട്ട് പാടുന്നാൽ അങ്ങനത്തെ രീതികളൊക്കെ കുറെ പറയും. പാട്ടുകൾ മാറ്റി ചെയ്യുമ്പോൾ അതിനകത്ത് ഓ മൈ ഉണ്ണി അർച്ച എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അതാ അഫ്സൽക്കയുടെ വോയിസിൽ കുറേ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. ഇപ്പൊ SBB അനുകരിച്ച് വന്നു എന്ന് അഫ്സൽക്ക പറയുമ്പോഴും വോയിസിൽ അഫ്സൽക്കയുടെ കുറെ ഐഡന്റിറ്റീസ് ഉണ്ട്. ചില സാധനങ്ങളൊക്കെ അതൊക്കെ ഈ പറഞ്ഞ ഓരോ ജനറേഷനായിട്ട് വന്നേക്കാണ്. അത് പക്ഷെ നമ്മളിലേക്ക് വരുമ്പോ ഇപ്പൊ യോഡ്ലിംഗ് പാടി തുടങ്ങിയത് നമ്മളുടെ ഒരു ജനറേഷൻ കേട്ടേക്കണ കിഷോർ കുമാർ പറഞ്ഞതാണ്. അതായത് ജിന്ദഗി അതിൽ പുള്ളി ഉള്ളടി ഉള്ളടി ഉള്ളടി, അത് തന്നെ SPB സാറ് പിന്നെ CID മൂസയിലെ പാട്ടിലും ആ സാധനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടാണ് നമ്മളും വരുന്നത്. അപ്പൊ നമ്മളിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി നമ്മുടേതായിട്ടുള്ള ഒരു യോഡ്ലിംഗ് സ്റ്റൈലാവും. അപ്പൊ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഞാൻ പല പാട്ടുകളിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് എല്ലാം നമ്മുടെ ഈ സീനിയേഴ്സ് കാണിച്ചു തന്നത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ കുറച്ച് നമ്മളുടേതായിട്ടുള്ള ഒരു ചെറിയ ഒരു മിനുക്കുപണിയും കൂടി ചെയ്യും. ഓമൈ ഉണ്ണയാർച്ച വരുന്ന പോർഷൻ ഭയങ്കര രസമൊക്കെ. ഇടഞ്ഞാൻ ഉടവാളെടുക്കും ഉണ്ണിയാഴ്ച ഞാൻ, ഓ മൈ ഉണ്ണിയാഴ്ച.